ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു എൽ ഇ ഡി സ്ട്രിപ്പ് നമ്മുടെ സീലിങ്ങിലൊക്കെ നമ്മൾ ഇടുന്നതാണ്. അതെങ്ങനെ നമുക്കൊരു PVC ചാനലിൽ സെറ്റ് ചെയ്തതിന് ശേഷം എങ്ങനെ കണക്ഷൻസ് കൊടുക്കാമെന്നാണ് നോക്കുന്നത്. കണ്ടോ, നിങ്ങൾക്കറിയാം ഇത് LED സ്ട്രിപ്പിൻ്റെ തന്നെ പ്ലസും മൈനസും കൂടി വരുന്നുണ്ട്. അത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റെഡ് വയർ പ്ലസ് ആയിരിക്കും. ആ റെഡ് വയറിൽ തന്നെ ഒരു ന്യൂട്രൽ കൊടുത്തിരിക്കുന്നത്, അതായത് ബ്ലാക്ക് കൊടുത്തിരിക്കുന്നത് നെഗറ്റീവ് ആയിരിക്കും. അത് കറക്റ്റായിട്ട് തന്നെ നമ്മൾ ഈ ഡ്രൈവിൽ കൊടുക്കണം. ഡ്രൈവിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് കണ്ടോ, നിങ്ങൾക്ക് അറിയാം LNE. അതായത് L എന്ന് ഉദ്ദേശിക്കുന്നത് ലൈൻ ലോഡ്, പിന്നെ വരുന്നത് പിന്നെ ന്യൂട്രൽ വരുന്നുണ്ട്, പിന്നെ എർത്ത് വരുന്നുണ്ട്. ഇത് AC ആണ് വരുന്നത്. പിന്നെ കൊടുക്കുന്നത് V മൈനസ് V പ്ലസ് എന്ന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. V മൈനസ് V പ്ലസ് എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ന്യൂട്രലാണ്, V പ്ലസ് എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ പോസിറ്റീവാണ്. അതായത് LED DC വോൾട്ടേജിൻ്റെ പ്ലസും മൈനസുമാണ് അവിടെ കൊടുക്കേണ്ടത്. കറക്റ്റായിട്ട് കൊടുത്തിരിക്കണം, മാറിപ്പോയി കഴിഞ്ഞാൽ LED സ്ട്രിപ്പ് കംപ്ലൈൻറ്റ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൊടുക്കേണ്ട രീതി, LED സ്ട്രിപ്പിൻ്റെ ആ ചുമപ്പ് വയർ V പ്ലസ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കൊടുക്കണം. അതായത് V പ്ലസ്. LED സ്ട്രിപ്പിൻ്റെ ബ്ലാക്ക് വയർ V മൈനസ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കൊടുക്കണം. ഓരോ ഡ്രൈവിൻ്റെയും പ്രത്യേകതയുണ്ട്. ഓരോന്നിലും ചിലപ്പോൾ പ്ലസ് മൈനസ് എന്ന് കറക്റ്റായിട്ട് എഴുതിയിരുന്നാൽ ചിലതിൽ V മൈനസ് V പ്ലസ് V മൈനസ് എന്ന് കറക്റ്റായിട്ട് അങ്ങനെയായിരിക്കും എഴുതിയിരിക്കുന്നത്. ഇത് നമ്മൾ അതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് സ്ക്രൂ ടൈപ്പാണ്. ഈ സ്ക്രൂ ടൈപ്പ് ആയതുകൊണ്ട് നമ്മൾ അതിലേക്ക് കറക്റ്റായിട്ട് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഒരിക്കലും ലൂസ് കോൺടാക്റ്റ് ഉണ്ടാവാതിരിക്കുക എന്നതാണ് ഏറ്റവും ബെറ്റർ. ലൂസ് കോൺടാക്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലൈൻറ്റ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അത് കറക്റ്റായിട്ട് നോക്കിയതിന് ശേഷം കൊടുക്കാനായിട്ട്. പിന്നെ AC കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ACയിൽ കൊടുക്കുമ്പോൾ 3 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു LNE എന്ന് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. L എന്ന് ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഫേസ് വയറും, രണ്ടാമത്തേൽ ന്യൂട്രൽ വയറും, മൂന്നാമത്തേൽ എർത്തുമാണ് കൊടുക്കേണ്ടത്. അതും മാറിപ്പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇത് നമ്മൾ കൊടുക്കുന്നത് കംപ്ലീറ്റ് ഡ്യൂട്ടൻ്റെ ആണ്. കംപ്ലീറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഡ്യൂട്ടൻ്റെ തന്നെ ഡ്രൈവും ഡ്യൂട്ടൻ്റെ തന്നെ LED സ്ട്രിപ്പുമാണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി നമ്മൾ ACയിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുകയാണ്. ACയിൽ നമ്മൾ കണക്ട് ചെയ്യുന്നതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നത്. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഇപ്പോൾ ഇതിനകത്ത് കാണാൻ സാധിക്കും PVC പൈപ്പ്. PVCയുടെ ചാനലിലാണ് നമ്മൾ ഈ LED സ്ട്രിപ്പ് ഒട്ടിച്ചിരിക്കുന്നത്. അതിനെ കണ്ടോ, നമ്മൾ ഓണാക്കി കഴിഞ്ഞ സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും LED ഡ്രൈവ് വർക്ക് ചെയ്യുന്നുണ്ട്. LED ഡ്രൈവ് ഇപ്പോൾ ഓൾറെഡി LED സ്ട്രിപ്പ് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ സ്ട്രിപ്പ് എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എവിടെയാണോ സീലിംഗ് ഇടാൻ ഉദ്ദേശിക്കുന്നത് ആ സീലിങ്ങിലേക്ക് നമ്മൾ ഈ PVCയുടെ ചാനൽ നമ്മൾ ജസ്റ്റ് ഇട്ട് കൊടുത്താൽ മാത്രം മതി. പിന്നെ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് അതിനകത്ത് സിമ്പിളായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. മെയിൻ്റനൻസ് ആണെങ്കിലും കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഈ PVCയുടെ ചാനൽ നമ്മൾ പൊക്കി ഇങ്ങോട്ട് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് താഴെ നിന്ന് മെയിൻ്റനൻസ് ചെയ്ത് സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കും. ഏറ്റവും ബെറ്റർ PVCയുടെ ചാനലിൽ തന്നെ അറേഞ്ച് ചാനൽ, അതായത് കറക്റ്റ് LEDയുടെ വലിപ്പം സ്ട്രിപ്പിൻ്റെ LEDയുടെ വീതി വരാവുന്ന രീതിയിലുള്ള അറേഞ്ച് ചാനലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതിനെക്കുറിച്ച് എങ്ങനെ ചെയ്യാവുന്ന ഡീറ്റെയിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് കയറി മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഞാനിത് സീലിങ്ങിൽ ഇത് എങ്ങനെ ഇട്ടതിന് ശേഷമുള്ള അവസ്ഥ ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാം. കണ്ടോ, ഓൾറെഡി കണ്ടോ, സീലിങ്ങിൽ ആ ഗ്യാപ്പിലേക്ക് നമ്മൾ ഈ പറയുന്ന PVC ചാനൽ ഓൾറെഡി അതിലേക്ക് ഫിക്സ് ചെയ്തു. അതിനുശേഷം ഡ്രൈവ് കണക്ട് ചെയ്തു. കണ്ടോ, നീറ്റായി. നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈനായിട്ട് വേണമെങ്കിൽ അതിൻ്റെ LED സ്ട്രിപ്പിൻ്റെ ലൈറ്റ് കൊടുക്കാം. അതിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടാണ് ഏറ്റവും ഗുണം വരുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്പ്രെഡ് ചെയ്താണ് വന്നിരിക്കുന്നത്. 2 സെക്ഷനായിട്ടാണ് ഇവിടെ ഓൾറെഡി ഉള്ളത്. ഈ 2 സെക്ഷനിലും നമ്മൾ LED സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ ഏരിയയിലും കൊടുത്തിട്ടുണ്ട്, തന്നെ തൊട്ട് ഏരിയയിലും കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മടിക്കരുത്. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ആളുകളിലേക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഫ്രണ്ട്സ്, നമ്മളിതിൽ കൊടുത്തിരിക്കുന്ന ഡ്രൈവ് 12 വോൾട്ട് 5 ആമ്പിയറിൻ്റെ ഡ്രൈവാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആമ്പിയർ കൂട്ടി ഉപയോഗിക്കാം. അതായത് 1 മീറ്ററിന് 1 ആമ്പിയറെങ്കിലും വെച്ച് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഭാവിയിൽ ബ്ലിങ്കിങ് കാര്യങ്ങൾ, നല്ല രീതിയിൽ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതിന് 1 മീറ്ററിന് 1 ആമ്പിയർ വെച്ച് കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. മാത്രമല്ല, കടകളിൽ നിന്ന് കിട്ടുന്ന അഡാപ്റ്ററുകളെല്ലാം തന്നെ ആമ്പിയർ കറക്റ്റായിട്ട് പറയുമെങ്കിലും കമ്പനി അഡാപ്റ്റർ അല്ലെങ്കിൽ അത്ര ആമ്പിയർ നമുക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് 1 മീറ്ററിന് 1 ആമ്പിയറെങ്കിലും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ മാക്സിമം കംപ്ലൈൻറ്റ്സ് ഒഴിവാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.